സിവിൽ സർവീസ് പ്രിപ്പറേഷൻ തുടങ്ങുന്നതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ സംശയങ്ങൾ തീർക്കുന്നതിനായി UPSC കേരളയുമായി ബന്ധപ്പെടുക. ഏവർക്കും നമസ്കാരം. UPSC കേരളയുടെ മറ്റൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മോട് കൂടെയുള്ളത് വളരെ സ്പെഷ്യൽ ആയിട്ടുള്ളൊരു ഗസ്റ്റാണ്. ഞാൻ സ്കൂൾ കാലം തൊട്ടൊക്കെ വളരെ വലിയ കേസിലൊക്കെ ഈ മാമിൻ്റെ പേര് കേട്ടിട്ടുണ്ടെങ്കിൽ ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആണ് ഈ ഒരു ഇൻ്റർവ്യൂ എടുക്കുന്നതിന് തന്നെ. അപ്പോൾ വിജിലൻസ് ആൻഡ് ആൻറ്റി കറപ്ഷൻ ബ്യൂറോയിൽ IG ആയിട്ടുള്ള ഹർഷിത അട്ടല്ലൂരി മാം ആണ് നമ്മളോട് കൂടെ ഉള്ളത്. മാം, മോസ്റ്റ് വെൽക്കം ടു UPSC കേരള. താങ്ക് യു. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഇപ്പോൾ ഒരു UPSC സൈഡൊക്കെ വിട്ട് മാമിൻ്റെ അടുത്ത് ചോദിക്കാനുള്ളത്, ഇപ്പോൾ വിമൻസ് ഡേ ആണ്. അപ്പോൾ ഞാൻ മാമിനെ പറ്റിയിട്ട് വായിച്ചൊരു ആർട്ടിക്കിളിൽ ഇത് വായിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഒരു ലേഡി IPS ഓഫീസർ എന്നൊരു ഇൻട്രോ പറയായിരുന്നെങ്കിൽ മാം അതിനെങ്ങനെയായിരിക്കും നോക്കിക്കാണുക എന്നുള്ളതാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ. അതാണ് എനിക്ക് ഇഷ്ടമില്ലാത്തത്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ മെയിൽ IPS ഓഫീസറിനും പറയാറില്ലല്ലോ, പിന്നെ മെയിൽ ഡോക്ടറും പറയാറില്ല, ലേഡി ഡോക്ടറും പറയും, അല്ലെങ്കിൽ ഇപ്പോൾ മെയിൽ നേഴ്സും പറയും. സോ വാട്ട് ഈസ് ദ പോയിന്റ് ദെയർ? ദ പോയിന്റ് ദെയർ ഇസ് ബേസിക്കലി ദറ്റ് എവിടെയെല്ലാം നമ്മൾ സൊസൈറ്റിയുടെ ഒരു പെർസ്പെക്റ്റീവ് മാറി നമ്മൾ എവിടെയെങ്കിലും ജോലി എടുത്ത് കഴിഞ്ഞാൽ, ഇപ്പോൾ സ്ത്രീകൾ ഷുഡ് ബി ടീച്ചേഴ്സ് ഓർ ഷുഡ് ബി ലൈക്ക് മേ ബി നഴ്സസ്, ബട്ട് ദേ കനോട്ട് ബി IPS ഓഫീസേഴ്സ് എന്ന രീതിയിൽ സൊസൈറ്റി ആലോചിച്ച് കഴിഞ്ഞാലാണ് ഇങ്ങനത്തെ ഒരു ടെർമിനോളജി നമ്മൾ യൂസ് ചെയ്യുന്നത്. സോ അതെല്ലാം മാറ്റിയിട്ട് വി ഷുഡ് ട്രീറ്റ് എവറിബഡി, അത് മെയിലായാലും ഫീമെയിലായാലും ഒരു ഓഫീസറിൻ്റെ നിലയിൽ അല്ലെങ്കിൽ ഒരു ഡോക്ടറിൻ്റെ നിലയിലാണ് നമ്മൾ അങ്ങനെയാണ് പെരുമാറേണ്ടത്. സെൻസേഷണലിസമിലേക്ക് പോകാതിരിക്കാൻ വി ഷുഡ് കം ബാക്ക് ടു ദാറ്റ് ബേസിക് ലെവലാണ് എനിക്ക് തോന്നുന്നത്. ഓക്കെ, ഇനി ഈ ഒരു പോസ്റ്റിൻ്റെ ഒരു കാര്യം നമ്മൾ പറയുകയാണെങ്കിൽ കൂടുതലായിട്ട് IPS എന്നൊക്കെ പറയുമ്പോഴത്തേനും അല്ലെങ്കിൽ പോലീസ് എന്നൊക്കെ പറയുമ്പം ഒരുപാട് റിസ്ക് ആണ് എന്നൊക്കെ പുറത്തുനിന്നുള്ളവർക്കൊക്കെ തോന്നാം. അപ്പം മാമിൻ്റെ ഒരു എക്സ്പീരിയൻസിൽ എങ്ങനെയാണ് ഈ ഒരു പ്രൊഫഷനെ മാം നോക്കിക്കാണുന്നത്? ഇപ്പോൾ 20 വർഷത്തിലേറെ സർവീസ് ആയി മാമിന്. അപ്പോൾ ആദ്യം ഒരു UPSCക്ക് അപ്ലൈ ചെയ്യുന്ന ആ ഒരു ടൈമിൽ നിന്ന് ഈ ഒരു 20 വർഷത്തിന് ശേഷം ഇവിടെ നിൽക്കുമ്പോൾ മാമിന് എങ്ങനെയാണ്? അപ്ലൈ ചെയ്യുമ്പോൾ ഞാൻ ആക്ച്വലി എനിക്ക് സെക്കൻഡ് അറ്റംപ്റ്റിലാണ് ഇത് കിട്ടിയത്. സോ ആദ്യത്തെ പ്രാവശ്യം ഞാൻ IPSനെ ഓപ്ഷൻ തന്നെ കൊടുത്തിട്ടില്ലായിരുന്നു. സോ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് ഇങ്ങനത്തെ ഒരു ഗ്രൂപ്പ് ഉണ്ടായിരുന്നു. പിന്നെ എൻ്റെ ഫ്രണ്ട്സ് ഒരു എൻകറേജ് ചെയ്തിട്ടല്ല, IPS ഇസ് എ വെരി ഗുഡ് പോസ്റ്റ്, എന്തായാലും യു ഷുഡ് അപ്ലൈ എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ സെക്കൻഡ് ടൈം അപ്ലൈ ചെയ്ത് സെക്കൻഡ് ടൈം IPS കിട്ടി. അഫ്കോഴ്സ് ആ സമയത്തിൽ ഞാൻ ഒരു ഓർഡിനറി ഒരു മിഡിൽ ക്ലാസ് ഗേൾ ആണ്. അതല്ലാതെ പിന്നെ ബുക്ക് വാമാണ്. ഇങ്ങനെ സ്പോർട്സോ ഫിസിക്കൽ ആക്ടിവിറ്റി ഇല്ലാത്ത ഒരു ചൈൽഡ്ഹുഡ് ആയിരുന്നു. അത് കഴിഞ്ഞിട്ട് പക്ഷേ when you get into the academy is a big leveler. അവിടെ നാഷണൽ പോലീസ് അക്കാഡമിയിൽ അവിടെ വേറെ മെയിലും ഫീമെയിലും ഇങ്ങനത്തെ വ്യത്യാസമൊന്നും ഇല്ല. അവർ പറയുന്ന കാര്യങ്ങളെല്ലാം ചെയ്തേ പറ്റും. ഫിസിക്കലായിട്ട് കുറേ അധികം ഇപ്പോൾ റോക്ക് ക്ലൈമ്പിംഗ് ഉണ്ടാകും, അല്ലെങ്കിൽ ക്രോസ് കൺട്രി റേസ് ഉണ്ടാകും, അല്ലെങ്കിൽ വെപ്പൺസ് ട്രെയിനിങ് ഉണ്ടാകും. ഇങ്ങനെ കുറേ അധികം ഫിസിക്കലായിട്ടുള്ള ഇൻപുട്സാണ് കിട്ടുന്നത്. പിന്നെ അതൊരു പാരാമിലിറ്ററി ടൈപ്പ് സ്റ്റൈൽ ഓഫ് ട്രെയിനിങ് ആണ്. സോ അത് ദാറ്റ് വാസ് വൺ ഓഫ് ദ ടഫസ്റ്റ് ടൈംസ് ഫോർ മീ. പക്ഷേ അതിനകത്ത് അതെല്ലാം ഒരു സക്സസ്ഫുള്ളായിട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വളരെയധികം ഒരു കോൺഫിഡൻസ് ആണ് കിട്ടുന്നത്. കാരണം അവരുടെ ട്രെയിനിങ് ഒരു നക്സൽ അറ്റാക്ക് സംഭവിച്ചു കഴിഞ്ഞാൽ, ഒരു ടെററിസ്റ്റ് അറ്റാക്ക് സംഭവിച്ചു കഴിഞ്ഞാൽ എങ്ങനെയാണ് നമ്മൾ റിയാക്ട് ചെയ്യണം എന്ന രീതിയിലാണ് അവരൊരു ട്രെയിനിങ് കൊടുക്കുന്നത്. അത് കഴിഞ്ഞിട്ട് നമുക്ക് കേരളം ബേസിക്കലി ഒരു കാം പ്ലേസ് ആണ്. നമുക്കിവിടെ നക്സലിസമും കുറവാണ്. ആ സമയത്ത് ഓഫ്കോഴ്സ് ഇല്ലായിരുന്നു ഒരു വയലൻറ്റ് നക്സലിസം ആ സമയത്ത് ഇല്ലായിരുന്നു ഞാൻ സർവീസിലേക്ക് കയറുമ്പോൾ. പക്ഷെ അത് ടെററിസം ഇങ്ങനത്തെ ഇതും കുറവാണ്. സോ ബേസിക്കലി ഇറ്റ് വാസ് ഇറ്റ് സീംഡ് ഈസി. സോ റിസ്ക് എന്ന് പറഞ്ഞാൽ വെൻ യു സ്റ്റാൻഡ് വിത്ത് എ മോബ് ആൻഡ് ഓൾ ദാറ്റ് സംടൈംസ് യു ഹാവ് ദാറ്റ് റിസ്ക്. പക്ഷേ ഇത്രയും ഒരു ട്രെയിനിങ് ഉള്ളത് കൊണ്ട് യു ഗെറ്റ് ദ കോൺഫിഡൻസ് ഓൾസോ. ഓക്കെ, ഇനി മാമിൻ്റെ അടുത്ത് അടുത്തായിട്ട് ചോദിക്കാനുള്ളത്, ഇപ്പോൾ എൻ്റെ ഒരു സ്കൂൾ ടൈമിലൊക്കെ ആയിരുന്നു മാം കൊല്ലം SP ആയിരുന്ന ഒരു ടൈമിൽ. അപ്പോൾ അന്നത്തെ ആ ഒരു ഇപ്പം മദനി ആ ഒരു അറസ്റ്റ് പോലുള്ള ഇൻസിഡൻ്റ് ഒക്കെ വരുമ്പോഴത്തേനും ഇപ്പോൾ പൊളിറ്റിക്കൽ പ്രഷർ ആണെങ്കിലും ഇതൊക്കെ ബാലൻസ് ചെയ്ത് മാം എങ്ങനെയാണ് അങ്ങനത്തെ അതുപോലുള്ള മെമ്മറീസ് ഒക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യാമോ? ബേസിക്കലി എനിക്ക് പോലീസിങ് എനിക്ക് തോന്നുന്നത് വളരെ ഒരു ഈസി ആയിട്ടുള്ള ഒരു ജോലിയാണ്. കാരണം ദർ ആർ ലീഗലായിട്ടുള്ള ഒരു മാനദണ്ഡങ്ങളുണ്ട്. ദിസ് ഇസ് വേറ്റ് യു ഹാവ് ടു വർക്ക്. ഇത് IPCയിൽ ഇങ്ങനെ പറയുന്നു, CRPCയിൽ ഇങ്ങനെ പറയുന്നു. സോ ഞങ്ങൾക്ക് പിന്നെ പെരുമാറാൻ പറ്റുന്നത് അതിനകത്ത് കൂടിയാണ്. പക്ഷേ അത് പെരുമാറുമ്പോൾ ഒബ്വിയസ്ലി ഇപ്പോൾ ജനങ്ങൾക്കൊരു നഷ്ടം പാടില്ല, ഒരു ലൈഫിന് നഷ്ടം പാടില്ല, അല്ലെങ്കിൽ പ്രോപ്പർട്ടിന് ഡാമേജ് പാടില്ല. സോ ദാറ്റ്സ് വൈ യു ഹാവ് ടു കീപ്പ് അതൊരു ക്ലാരിറ്റി ഉണ്ടെങ്കിൽ നമുക്ക് മുന്നോട്ട് പോകാം. കാരണം നമ്മുടെ മനസ്സാക്ഷിയാണ് ഫസ്റ്റ് നമ്മൾ മറുപടി പറയേണ്ടത്. മനസ്സാക്ഷിക്ക് നമുക്ക് മറുപടി പറയാൻ പറ്റിയാൽ നമുക്ക് എന്ത് ഒരു ഇതായാലും, എന്തൊരു പ്രഷർ ആയാലും, എന്തൊരു ഇഷ്യൂ ആയാലും നമുക്ക് നേരിടാൻ പറ്റും. സോ ദാറ്റ് ഈസ് ദ ഹോൾ തിങ്. ഇപ്പോൾ എനിക്ക് കുട്ടികൾക്കും പറയാനുള്ളത്, യു ഷുഡ് കീപ് an open mind. Whatever is the right thing, you do it.
കാരണം ദാറ്റ് ഇസ് ദ ഈസിയസ്റ്റ് തിങ്. നിങ്ങളൊരു റോങ് തിങ് ചെയ്തിട്ട് പിന്നെ കുറേ അധികം ആലോചിച്ച് ചിന്തിച്ച് യു വിൽ ട്രൈ ടു കീപ് ജസ്റ്റിഫൈങ് ഇറ്റ് ഓൾ യുവർ ലൈഫ് വിൽ ക്യാരി ദറ്റ് ബർഡൻ. യു ഡു ദ റൈറ്റ് തിങ്, ദ ബർഡൻ ഇസ് ഓവർ. അന്നത്തെ സമയം അതും തീരും. So those are the things. See, these kind of things, so many things will happen in the life of a police officer or like anybody. In Madrid, of course, there was one incident. പക്ഷേ അതൊരു വലിയൊരു മീഡിയ ഒരു ഇതായത് കൊണ്ടാണ് it had come to light. But there were several other interesting cases also which were undertaken. കൊല്ലത്ത് തന്നെ ഒരു ഡബിൾ മർഡർ ഉണ്ടായിരുന്നു ആ സമയത്തിൽ. It was a serial murder. അപ്പോൾ ജനറലി മർഡർ എന്ന് പറഞ്ഞാൽ നമുക്ക് കേരളത്തിൽ മാക്സിമം 90-95% ഈ ഫാമിലിനകത്തോ അല്ലെങ്കിൽ നെയ്ബേഴ്സ് നമുക്ക് പെട്ടെന്ന് ആരാണ് ചെയ്തത് ഇത് മനസ്സിലാവുന്ന കേസസ് ആണ്. അഫ്കോഴ്സ് കുറച്ച് അൺഡിറ്റക്റ്റഡ് മർഡേഴ്സ് ഉണ്ടാവും. പക്ഷേ ഇതിനകത്ത് എന്തുകൊണ്ടാണ് ഫസ്റ്റ് ഒരാൾ മരിക്കുന്നു, എന്തുകൊണ്ട് മരിക്കുന്നു, ആരാണ് കൊല്ലപ്പെട്ടത്, ഒരു ക്ലൂ ഇല്ലാത്ത ഒരു സാധനമായിരുന്നു. സോ വി വർ ഓഫ് കോഴ്സ് വർക്കിംഗ് വെരി ഹാർഡ്. ഇങ്ങനെയാണ് ഇത് കണ്ടെടുക്കാൻ. പിന്നെ അത് 15-20 ഡേയ്സ് കഴിഞ്ഞിട്ടും ഞങ്ങൾക്ക് ഒരു ക്ലൂ കിട്ടിയില്ല. പിന്നെ പെട്ടെന്ന് ഒരു മർഡർ കൂടി സംഭവിക്കുന്നു. സോ ഈ രണ്ടിന് റിലേഷൻ ഉണ്ടോ ഇല്ലയോ എന്ന കാര്യം കൂടി ഞങ്ങൾക്ക് അറിയില്ല. പക്ഷേ സെക്കൻഡ് മർഡറിന് സെയിം സ്റ്റോറി ദാറ്റ് വി ഡോണ്ട് നോ ഹൂ കമ്മിറ്റഡ് ഇറ്റ്. ഇവരെ മോട്ടീവ് എന്താണ്? ഇപ്പോൾ ഈ രണ്ടുപേരും മരിച്ചു പോയ വിക്ടിംസ് രണ്ടുപേരും ദിവർ ടോട്ടലി ലൈക്ക് ഒരു ഓർഡിനറി മിഡിൽ ക്ലാസ് പീപ്പിളാണ്. അവരായിട്ട് വേറെ വൈരാഗ്യമുള്ളവർ ആരും തന്നെ ഇല്ല. സോ അങ്ങനത്തെ രീതിയിൽ കൂടുതലൊരു അന്വേഷിച്ചിട്ട് സം എവിഡൻസ് വാസ് ഗോട്ട് ആൻഡ് ഇറ്റ് വാസ് ഫൗണ്ട് ദാറ്റ് ഇറ്റ് ഈസ് ബേസിക്കലി ഒരു സീരിയൽ മർഡർ ആണ്. So it is a psychological kind of Jack the Ripper style of murders. So ഒരു motive ഇല്ല, ഒന്നുമില്ല, just for the sake of killing. So അത് തെളിയിക്കുന്നത് it was a very big satisfaction that when that person was caught. അല്ലെങ്കിൽ ഇപ്പോൾ രണ്ട് മർഡർ കഴിഞ്ഞിട്ടും പിടിക്കാതിരുന്നാൽ പിന്നെ മൂന്നാമത്തിലേക്കും നാലാമത്തിലേക്ക് പോകും. ഈ രണ്ട് കണക്ട് ചെയ്യുന്നത്, എവിഡൻസ് എടുക്കുന്നത്. കാരണം ഒരാളും കാണാത്ത എവിഡൻസ് എന്ന് പറഞ്ഞാൽ ബെസ്റ്റ് എവിഡൻസ് ഇസ് ഓറൽ എവിഡൻസ്. ഞാൻ കണ്ടു അയാളെ ആക്രമിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദാറ്റ് ഇസ് ദ ഗുഡ് എവിഡൻസ്. പക്ഷെ അത് ഇല്ലാത്ത പക്ഷത്തിൽ കുറേ അധികം ഒരു സയൻറ്റിഫിക് എവിഡൻസും ഇലക്ട്രോണിക് എവിഡൻസും ഇതെല്ലാം എടുക്കേണ്ടി വരും. സോ അത്രയും എടുത്തിട്ട് അത് ചാർജ് ഷീറ്റ് ചെയ്യുന്നത് ഇറ്റ് വാസ് എ ഗുഡ് എക്സ്പീരിയൻസ്. ഓക്കെ മാം, ഈ ഒരു പറഞ്ഞ കാര്യത്തോട് ഇപ്പോൾ ഇന്നലെ ഇപ്പോൾ ആറ്റുകാൽ പൊങ്കാലയുടെ നടക്കുകയാണ്. അപ്പോൾ അവിടെ പോയപ്പോൾ ഒരു പോസ്റ്റർ കണ്ടായിരുന്നു. അതായത് ഇവരെ സൂക്ഷിക്കുക എന്ന് പറഞ്ഞിട്ട് കുറച്ച് ലേഡി ക്രിമിനൽസിൻ്റെ ഫോട്ടോസാണ് കൊടുത്തിരുന്നത്. ഓക്കെ ഓക്കെ അപ്പോൾ ഈ ഒരു ചോദ്യം വരുന്നത്, ഇപ്പോൾ നമുക്കിപ്പോൾ ഒരു IPS പോലുള്ളൊരു ജോബിലാണെങ്കിലും സ്ത്രീകളുടെ അല്ലെങ്കിൽ ഒരു നമ്പർ കുറവാണെന്ന് തോന്നാം. കൂടുതലും പുരുഷന്മാരാണ് ഇതുപോലുള്ള എല്ലാ മേഖലയിലും. അതുപോലെ തന്നെയാണോ ക്രൈമിൽ? പക്ഷെ ഇപ്പോൾ കേരളത്തിൽ തന്നെ നടന്ന ഇപ്പോൾ ട്രിവാൻഡ്രത്താണെങ്കിലും പല ഇൻസിഡൻറ്റിൽ നമുക്ക് തന്നെ ഞെട്ടിക്കുന്ന വിധത്തിലുള്ള ഇൻസിഡൻറ്റിലൊക്കെ സ്ത്രീകൾ തന്നെ ചെയ്യുന്നുണ്ട്. ഇപ്പം നരഹത്യയുടെ കേസിലാണെങ്കിൽ ഒരുപാട് കേസിൽ. അപ്പോൾ ഇപ്പോൾ ഈ ഒരു വിമൻ്റെ ഒരു ക്രൈമിലുള്ള ഒരു റേഷ്യോയും വളരെ കൂടുതലാണോ? അങ്ങനെ എന്തെങ്കിലും മാമിന് തോന്നിയിട്ടുണ്ടോ? അല്ല, കൂടുതലല്ല. ആക്ച്വലി ബയോളജിക്കലി നോക്കി കഴിഞ്ഞാൽ നമ്മൾ ഗ്ലോബൽ സ്റ്റാറ്റിസ്റ്റിക്സ് നോക്കി കഴിഞ്ഞാലും ജനറലി വിമൻ ഇൻ ക്രൈം കുറവാണ്. ദാറ്റ് ഡസൻ മീൻ ദാറ്റ് വിമൻ കനോട്ട് കമ്മിറ്റ് ക്രൈംസ്. വിമൻ ഡു കമ്മിറ്റ്. സി വി ആർ ഓൾസോ ഹ്യൂമൻ ബീങ്സ് അല്ലേ? അതാണ് ഞാൻ പറയുന്നത്. എല്ലാം ഹ്യൂമൻ ബീങ്സ് ആണ്, മെന്നായാലും വിമനായാലും. പക്ഷേ ബയോളജിക്കലി പ്രൊപ്പൻസിറ്റി ടു ക്രൈം ഇസ് മോർ ഇൻ മെൻ. സ്ത്രീകളും ഉണ്ട്. ഇപ്പോൾ IPSലാണെങ്കിലും ഒരുപാട് ഡിപ്പാർട്ട്മെൻറ്റ്സുകളുണ്ട്. ഇപ്പം നമുക്ക് IASൽ ഇപ്പോൾ നമ്മളൊരു ഇൻ്റർവ്യൂ ഒക്കെ ചെയ്തപ്പോഴത്തേനും അവരും പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു പോസ്റ്റിലിരിക്കുമ്പോൾ പെട്ടെന്നൊരു ട്രാൻസ്ഫർ കിട്ടിയിട്ട് പോകുന്നു. അപ്പോൾ സെയിം കാര്യം മാമിന് എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടായിട്ട് തോന്നിയിട്ടുണ്ട്? അതായത് ഇപ്പോൾ ക്രൈം ബ്രാഞ്ചിൽ ഇരുന്നുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് ഒരു ട്രാൻസ്ഫർ വരുമ്പോൾ അവിടെ ചെയ്തിരുന്ന അല്ലെങ്കിൽ കംപ്ലീറ്റ് ആക്കാൻ പറ്റാത്ത കേസുകൾ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒരു ലൈക്ക് ഒരു പേഴ്സണൽ കണക്ഷൻ നമുക്ക് ആ ഒരു വിഷമമൊക്കെ ഫീൽ ചെയ്തിട്ടുണ്ടോ അങ്ങനെ സഡൻ ട്രാൻസ്ഫറുകളൊക്കെ വരുമ്പോൾ? സഡൻ ട്രാൻസ്ഫേഴ്സ് ആർ എൻ ഇഷ്യൂ. ഇപ്പോൾ എനിക്കിപ്പോൾ 20 വർഷമായി സർവീസിൽ. ഞാൻ ലൈക്ക് എന്ന് എണ്ണിച്ച് കഴിഞ്ഞാൽ അറ്റ്ലീസ്റ്റ് ഒരു 25 to 30 ട്രാൻസ്ഫേഴ്സ് ഉണ്ടായിട്ടുണ്ടാവും. സോ ദോസ് കൈൻഡ് ഓഫ് തിങ്സ് ഇറ്റ് ഈസ് ഡിഫിക്കൾട്ട്. കാരണം നമുക്ക് ഒരു സ്ഥലത്തിന് ലൈക്കിനു ഇപ്പോൾ ഏറ്റെടുത്തപ്പോൾ ഞാൻ VSABിൽ വന്നിട്ട് 2 മാസമായി. സോ ഈ സ്ഥലത്തിൻ്റെ എന്താണ് ലൈക്കിനോ വാട്ട് ആർ ദി ഇഷ്യൂസ്, ഹൗ ഡു വി ഇംപ്രൂവ് ദ സിസ്റ്റം, ഇതെല്ലാം മനസ്സിലാക്കാൻ തന്നെ 6 months to 1 year വേണം. പിന്നെ അതിനകത്ത് ഇമ്പ്രൂവ്മെൻറ്റ് കൊണ്ടുവരാൻ ഇനി 1 വർഷമെങ്കിലും വേണ്ടി വരും. സോ എനിക്ക് തോന്നുന്നത് ഒരു മിനിമം ഒരു 2 years, അത് ഏതൊരു പോസ്റ്റ് ആയാലും 2 yearsൻ്റെ ഒരു സ്റ്റാൻഡേർഡ് ടെന്യൂറാണ് ആവശ്യം. അല്ലെങ്കിൽ ഒരു വേസ്റ്റേജ് ആണ്. ഇപ്പം ഞങ്ങൾക്ക് ഇത്രയും ശമ്പളം കൊടുത്തിട്ട് ഞങ്ങളെ കൊണ്ട് മാക്സിമം ജോലി യൂട്ടിലൈസേഷൻ കിട്ടുന്നില്ല ഗവൺമെൻറ് പെട്ടെന്ന് ഇങ്ങനെ മാറ്റിക്കഴിഞ്ഞാൽ. സോ ഒബ്വിയസ്ലി യു ഫീൽ ദാറ്റ് ഇഷ്യൂ. പക്ഷേ 2 വർഷം കഴിഞ്ഞിട്ടും ചിലപ്പം അതിനകം ദിൽ മൈറ്റ് ബി വെരി ലോട്ട് ഓഫ് അതർ കേസസ് കമ്മിങ് അപ്പ് ആൻഡ് ഓൾ ദാറ്റ്, ബട്ട് ദാറ്റ്സ് ഫൈൻ. കാരണം നമുക്ക് വരുന്ന സക്സസർ അതിനെ ദേ വിൽ ബി ഏബിൾ ടു ഡു ജസ്റ്റിസ് ടു ദാറ്റ്. ദാറ്റ്സ് ഓൾ റൈറ്റ്. ഇപ്പോൾ ഓൾറെഡി വിമൻസ് ഡേയുടെ ടൈമാണ്. അപ്പോൾ ഒരുപാട് കുട്ടികൾ ഇപ്പോൾ ഈ ഒരു IPS അല്ലെങ്കിൽ ഈ ഒരു സിവിൽ സർവീസിലോട്ടൊക്കെ വരാൻ ആഗ്രഹിക്കുന്ന ഒരുപാട് പേരുണ്ട്. ഇപ്പം എനിക്ക് മാം എൻ്റെ അടുത്ത് വേറൊരു കേസായിട്ടുള്ളൊരു കാര്യം തന്നെയാണ് ചോദിക്കാനുള്ളത്.
വിസ്മയ കേസാണ്. അപ്പം നമുക്ക് സ്ത്രീകളുടെ ഒരു ഉന്നമനം അല്ലെങ്കിൽ ആ ഒരു ഇതിൽ എഡ്യൂക്കേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണെന്ന് പറയാം. പക്ഷേ വളരെയധികം എഡ്യൂക്കേറ്റഡ് ആയ കുട്ടികളും ഒരു ഫാമിലി സപ്പോർട്ട് ഇല്ലാത്തത് കൊണ്ടോ അല്ലെങ്കിൽ അവർക്ക് ആ ഒരു ലൈഫിലൊരു സക്സസ് അല്ലെങ്കിൽ കിട്ടുന്നില്ല. അപ്പോൾ എഡ്യൂക്കേഷൻ മാത്രം മതിയോ ഈ ഒരു സ്ത്രീകളുടെ ഉന്നമനത്തിന്? മാം എന്താണ് അവിടെ നോക്കിക്കാണുന്നത്? ഒരു കാര്യം മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ്, എഡ്യൂക്കേഷനേക്കാളും കൂടുതലായിട്ട് ആവശ്യമുള്ളത് സെൽഫ് അവെയർനെസ് ആണ്. അതാണ് എല്ലാവർക്കും ഉണ്ടാകേണ്ടത്. അത് ആൺകുട്ടിയായാലും പെൺകുട്ടിയായാലും വാട്ട് എം ഐ, ഹൂ എം ഐ, ലൈക്ക് വാട്ട് ഡു ഐ വാണ്ട് ടു ബിക്കം, ഇസ് ദിസ് കറക്റ്റ്? ഇപ്പോൾ അതിനകത്ത് ആ കുട്ടിയെ വിസ്മയുടെ കാര്യം നോക്കിക്കഴിഞ്ഞാൽ ആ കുട്ടി വാസ് എ വെൽ എഡ്യൂക്കേറ്റഡ് ചൈൽഡ്. പക്ഷേ ഇങ്ങനത്തെ ഒരു ക്രൂരമായ ഉപദ്രവത്തിൻ്റെ ആ കുട്ടി അത്രയും സഹിച്ചു. പിന്നെ ഒന്നോ രണ്ടോ പ്രാവശ്യം തിരിച്ചു വന്നു, പേരൻസിൻ്റെ കൂടെ നിന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് അവർ പറയാൻ തന്നെ പിന്നെ സ്ഥലം വിട്ടു പോയി. അഗൈൻ ഷി വെൻറ്റ് ബാക്ക് ടു ഹർ ഹസ്ബൻഡ്. സോ ഇത്രയും ഒരു ഉപദ്രവം എന്തുകൊണ്ടാണ് ആ കുട്ടി സഹിച്ചത് എന്ന കാര്യത്തിൽ ഇറ്റ് ഇസ് എ വെരി വെരി ഡിപ്രസിങ് കൈൻഡ് ഓഫ് എ ഫീലിംഗ്. സോ ദാറ്റ് ഈസ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് പോയിന്റ്. വൈ ആം ഐ പുട്ടിങ് അപ്പ്? ഇത് എനിക്ക് വേറെ ഇപ്പോൾ ഈ ഹസ്ബൻഡ് അല്ലെങ്കിൽ ഓക്കെ, ഐ ഷുഡ് കം ഔട്ട് ഓഫ് ദിസ്. എനിക്ക് വേറെ ഒരു മാർഗ്ഗമുണ്ട്. ഐ ക്യാൻ ഗെറ്റ് ഫോർവേഡ് ഇൻ മൈ കരിയർ, ഐ ക്യാൻ സ്റ്റാൻഡ് ഓൺ മൈ ലെഗ്സ്, ലെറ്റ് മീ ഗോ ഫോർവേഡ് എന്ന ആ കോൺഫിഡൻസ് ആ കുട്ടിക്ക് അന്നപ്പോൾ തോന്നിയിട്ടില്ല. ഫോർ ദാറ്റ് സെൽഫ് അവെയർനെസ് ഇസ് റിക്വയർഡ് ആൻഡ് മെൻറ്റൽ ഹെൽത്ത് ഇഷ്യൂസ് ഓൾസോ. ഇപ്പോൾ ഇത്രയും നമ്മൾ മോഡേൺ ലൈഫിൽ കുറേ അധികം സ്ട്രെസ്സാണ് നേരിടുന്നത്. ഇപ്പോൾ ഇത്രയും ഇപ്പോൾ യു മസ്റ്റ് ബി 20 years old, യു ഹാവ് ഗോൺ ടു എ ഡോക്ടർ ഹൗ മെനി ടൈംസ്? കുറേ അധികം യു മസ്റ്റ് ഹവ് ഗോൺ, ബട്ട് ഹാവ് യു ഗോൺ ടു എ സൈക്കോളജിസ്റ്റ് എവർ? ഇല്ല. മോസ്റ്റ് ഓഫ് us വിൽ സേ ദാറ്റ് നോ. കാരണം നമ്മുടെ സൊസൈറ്റിയിൽ ഒരു സ്റ്റിഗ്മയാണ് ഇങ്ങനെ, അയ്യോ അതെന്താണ്, എനിക്ക് എന്ത് മെൻ്റലാണോ, എനിക്ക് അങ്ങനെയല്ല. ഇത്രയും ഒരു സ്ട്രെസ്സുള്ള സ്ഥിതിക്ക് വി ആർ സപ്പോസ് ടു സ്പീക്ക് ആൻഡ് we are supposed to come out with our issues. So that mind has to be given more importance. So awareness is a question. And second, athrayo stress le ulla arengil undengil, we are supposed to encourage them to speak to counselors, to speak to peer groups, and to get out of that. That is one thing which is very important. Second thing is of course like confidence. Parents തന്നെ ഇപ്പോൾ എനിക്ക് പേരൻസ് പറയാനുള്ളത് ഇതിനകത്ത് രണ്ട് കാര്യങ്ങളാണ്. വിസ്മയ എങ്ങനെയാണ്, Vismaya is a very obedient child, she is like studying well and all that. പക്ഷേ ആ സമയത്ത് how is that other accused being brought up? വിസ്മയുടെ ഹസ്ബൻഡ്, how is he being brought up? ഈ കാര്യം ഞാൻ എന്നും പറയാറുള്ളത്. സൊസൈറ്റിയിൽ നമുക്ക് ഫോക്കസ് മൊത്തം പെൺകുട്ടികളുടെ വളത്തിലാണ്. ഇപ്പോൾ പെൺകുട്ടികളെ ഈ ചോദ്യങ്ങൾ, ഇപ്പോൾ എനിക്കൊരു ആൺകുട്ടിയും പെൺകുട്ടിയും ഉണ്ടെങ്കിൽ ഞാൻ കൂടുതൽ ചോദ്യങ്ങൾ ചോദിക്കുന്നത് പെൺകുട്ടീൻ്റെ അടുത്താണ്. നീ എവിടെ പോകുന്നു, ആരുടെ കൂടെ പോകുന്നു, എപ്പോൾ തിരിച്ചു വരും, വൈ ആർ യു വെയറിങ് ദീസ് ക്ലോത്ത്സ്, ഇങ്ങനത്തെ കുറേ കാര്യങ്ങൾ. പക്ഷേ ആൺകുട്ടിയെ ചോദിക്കുന്നില്ല, നീ എങ്ങോട്ട് പോകുന്നു, ഹൗ ആർ യു ബിഹേവിങ്. ഇത് കൂടുതൽ അമ്മമാരല്ലേ ഇത്രയും ഒരു ഇത് കാണിക്കുന്നത്. സോ വി ആർ നോട്ട് ടീച്ചിങ് അവർ സൺസ് ഹൗ ടു ബിഹേവ്. That is which is very much required. So that parents who are putting in society, ഇതൊരു studied phenomenon ആണ്. ഇതിനകത്ത് ക്രിമിനോളജിസ്റ്റും സൈക്കോളജിസ്റ്റും പറയുന്ന കാര്യം, if you have to reduce crime in a society, so നമ്മൾ ഇത്രയും ചോദ്യങ്ങൾ ചോദിക്കാറുണ്ടല്ലോ, how do I reduce crime in a society? They say one of the most important thing you should do is you should ask your child, where are you going, especially teenage കുട്ടികൾ, where are you going, when will you come back, with who are you there? So അത്ര കാര്യങ്ങൾ ചോദിച്ചാൽ ആ സൊസൈറ്റിയിൽ ക്രൈം കുറയുമെന്നാണ് പറയുന്നത്. So that is why it is very important a socialization process. One of your friends option is sociology. So what is the socialization process which is happening in society? So എങ്ങനെയാണ് നമ്മൾ വളർത്തുന്നത്? ഇപ്പോൾ നമ്മൾ പറയുന്നത് 20 വർഷം കണ്ടിട്ടും സെയിം സ്റ്റോറി ആയിരിക്കും, സെയിം ചോദ്യങ്ങളായിരിക്കും. സോ നമ്മളെല്ലാം വി ആർ സപ്പോസ് ടു ബ്രിങ് ഔട്ട് ചേഞ്ച് ഇൻ ourselves also. That is what is required. യെസ്, അത് വളരെ ഒരു മികച്ച കാര്യം തന്നെയാണ് മാം പറഞ്ഞത്. എപ്പോഴും ഈവൻ പക്ഷേ ഇപ്പോൾ പല മാറ്റങ്ങൾ ഇതിൽ, ഈവൻ പല അഡ്വർടൈസ്മെൻറ്റിലൊക്കെ ആണെങ്കിലും ഈ ഒരു മാറ്റം നമ്മൾ ഇപ്പോൾ കണ്ടുവരുന്നുണ്ട്. ഇപ്പോൾ കുട്ടികളാണെങ്കിലും ക്രൈമിൽ ഒരുപാട് ഇൻവോൾവ് ആവുന്നൊരു സിറ്റുവേഷനാണ്. അപ്പോൾ ഈ ഒരു കുട്ടികളിൽ നിന്ന് ഇതിനെ റെഡ്യൂസ് ചെയ്യാനും എന്താണ് നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കുക? ഓരോ സ്കൂളിൽ ഇപ്പോൾ കൗൺസിലർ സിസ്റ്റം ഉണ്ട്, പക്ഷേ ദാറ്റ് ഈസ് നോട്ട് വെരി വെരി ഇഫക്റ്റീവ് എന്നാണ് എനിക്ക് തോന്നുന്നത്. സോ അറ്റ്ലീസ്റ്റ് എനിക്ക് ക്ലോസ് കട്ട് വാച്ച് വേണം. ഇപ്പോൾ കുട്ടികളിൽ പല പ്രശ്നങ്ങളുണ്ട്, എസ്പെഷ്യലി ടീനേജ് കുട്ടികളിൽ നോക്കിക്കഴിഞ്ഞാൽ. വൺ ഓഫ് കോഴ്സ് അറ്റൻഡൻസിൻ്റെ ക്വസ്റ്റ്യൻ, ആബ്സെൻറ്റീസം, സ്കൂളിലേക്ക് വരുന്നില്ല, പിന്നെ രണ്ട് കാര്യമായിട്ട് പഠിക്കുന്നില്ല, ദേ ആർ ഗെറ്റിംഗ് ഇൻ ടു ദിസ് തിങ്, ദേ ഗെറ്റിംഗ് ഇൻ ടു ഫൈറ്റ്സ്, ഫിസിക്കലായിട്ട് ഫൈറ്റ്സിൽ ദേ ആർ ഗെറ്റിംഗ് ടു ദോസ് കൈൻഡ് ഓഫ് ഇഷ്യൂസ്. പിന്നെ അതർ പെറ്റി ക്രൈം ലൈക്ക് സ്റ്റീലിംഗ് ആൻഡ് സ്റ്റഫ് ലൈക്ക് ദാറ്റ്. And the fifth thing is, of course, it can be some kind of a sexual crime against, eve teasing, അല്ലെങ്കിൽ വേറെ ഒരു harassment of other children and all that. And most importantly, drug addiction. ഇങ്ങനെ പല തരത്തിലാണ് നമ്മൾ ഓരോ കുട്ടിയെ മോണിറ്റർ ചെയ്യേണ്ടത്. സോ അതിനെ ഒരു കൂടുതലായിട്ട് നമുക്ക് കൗൺസിലിംഗ് വേണം.
സോ ഐ തിങ്ക് അറ്റ്ലീസ്റ്റ് 30 to 40 ചിൽഡ്രൻ ഉണ്ടെങ്കിൽ അത്രയും കുട്ടികൾക്ക് ഒരു കൗൺസിലറുടെ ആവശ്യമാണ്. സോ ദാറ്റ് ദേ ക്യാൻ വർക്ക് വിത്ത് ദ ചിൽഡ്രൻ. അറ്റ്ലീസ്റ്റ് ഇതായത് പ്രോബ്ലമാറ്റിക് കുട്ടികൾ ആരാ അവരെ കാര്യമായിട്ട് മോണിറ്റർ ചെയ്യുക, പിന്നെ അവരുടെ പേരൻസായിട്ട് ഒരു കോൺടാക്റ്റിൽ നിൽക്കുക. ഇങ്ങനത്തെ കാര്യങ്ങൾ ഉണ്ടെങ്കിലേ നമുക്ക് ദാറ്റ് ഈസ് വൺ തിങ് വിച്ച് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. സെക്കൻഡ് ഇഷ്യൂ ഇസ് ബേസിക്കലി ഈ നമ്മുടെ കരിക്കുലത്തിൽ തന്നെ it should not be drug addiction is bad. വേൾഡിലുള്ള ഏതൊരു കുട്ടിയെ ചോദിച്ചാലും they will tell the same story. പക്ഷേ how are we giving the message is very important. സോ ഒരു ക്രിയേറ്റീവ് ആയിട്ട് ആ മെസ്സേജ് കൊടുക്കുക. How do we say that this is how it will happen. കാരണം nobody wants to become a drug addict. പക്ഷേ but the kids are getting into that. So we should give that message in a very creative way is what I feel. So these preventive aspects ആണ്. ഇപ്പോൾ കുട്ടികളായാൽ maximum we should look at preventive. കാരണം ഒരു പ്രാവശ്യം ഈ ക്രിമിനൽ സിസ്റ്റത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ, ഇപ്പോൾ പോലീസിൻ്റെ റെക്കോർഡിൽ ആ കുട്ടിയുടെ പേര് വന്നു കഴിഞ്ഞാൽ, സോ അത്രയും ബുദ്ധിമുട്ടാണ് കുട്ടിക്ക് അതിനെ ആ ഇമേജ് എടുത്ത് മാറ്റി മുന്നോട്ട് പോകാൻ വലിയൊരു ബുദ്ധിമുട്ടായിരിക്കും. പിന്നെ 10 വർഷങ്ങൾ കഴിഞ്ഞിട്ടും ആ കുട്ടി ഏതെങ്കിലും ജോലിക്ക് പോയി കഴിഞ്ഞാൽ പോലീസ് വെരിഫിക്കേഷൻ പറഞ്ഞാൽ ദേ വിൽ ആസ്ക്, ഓ അന്ന് ഒരു ക്രൈം കേസ് ഉണ്ടായിരുന്നല്ലോ. സോ മാക്സിമം വി ഹാവ് ടു പുട്ട് പ്രഷർ ഓൺ പ്രിവെൻഷൻ ആസ്പെക്ട്സ് to ensure that the kids do not come into crime at all. Then of course if they happen to come, then again the question of rehabilitation. ഇങ്ങനെയാണ് മാറ്റിയെടുക്കേണ്ടത്. അത് ആ കാര്യത്തിലെയും അത്രയും ഒരു എംഫസിസ് ആവശ്യമാണ്. നമ്മൾ മെൻ്റൽ ഹെൽത്തിനെ കുറിച്ച് സംസാരിച്ചു. അപ്പോൾ അടുത്തൊരു ചോദ്യം, ഇപ്പം മാം ആണെങ്കിലും ഹസ്ബൻഡ് ആണെങ്കിലും തിരക്ക് പിടിച്ച ജോലികളിലുള്ളവരാണ്. അപ്പോൾ ഈ ഒരു അതിൽ നിന്നൊരു ഫാമിലി അങ്ങനെയുള്ളൊരു ടൈം കിട്ടുന്നുണ്ടോ? ഈ ജോലിയിൽ അത്രയും ടൈം പോകുന്നുണ്ട് അങ്ങനെ മാമിന് തോന്നിയിട്ടുണ്ട് ഇപ്പോൾ ഒരു ഈ സർവീസിൽ വന്നതിന് ശേഷം? എൻ്റെ ഒരു ഫിലോസഫി ക്ലിയർ ആണ്. എവറി ഹ്യൂമൻ ബീയിങ് നീഡ്സ് ടു വർക്ക് ഫോർ 8 to 10 hours മാക്സിമം. അത് എത്ര ഒരു തിരക്ക് പിടിച്ച ആളായാലും ശരി, എത്ര വലിയ ഒരു എനി പ്രൊഫഷണൽ ആയാലും ശരി, ദാറ്റ് ആഫ്റ്റർ ദാറ്റ് അറ്റ്ലീസ്റ്റ് എവറി ഹ്യൂമൻ ബീയിങ് ഷുഡ് സ്പെൻഡ് 2 to 3 hours മിനിമം വിത്ത് ദ ഫാമിലി. സോ അത്രയും കമ്പൽസറി ആണ്. അത്രയും ഒരു പ്രയോറിറ്റി ആയിട്ട് എടുത്താൽ, അപ്പോൾ നിങ്ങളെല്ലാം ഓഫ് കോഴ്സ് ചെറിയ കുട്ടികളാണ്, പക്ഷേ ഇനി ആഫ്റ്റർ 20 years യു വിൽ റിയലൈസ് ദ ഇമ്പോർട്ടൻസ് ഓഫ് വാട്ട് ഐ എം സെയിങ്. ബട്ട് യു ഹാവ് ടു ഡ്രോ എ ലൈൻ. ദർ മൈറ്റ് ബി സംതിങ്. ഒക്കെ ഞാൻ പറയുന്നത് എല്ലാ ദിവസങ്ങളിലും വീട്ടിലേക്ക് അറ്റ്ലീസ്റ്റ് ഒരു 6:37 എത്താൻ പറ്റുവാൻ പറഞ്ഞാൽ ഒരു പക്ഷേ ഒരു ആഴ്ചയിൽ ഒരു ദിവസം എത്താൻ പറ്റില്ല. ദർ മൈറ്റ് ബി സം ലോ ആൻഡ് ഓർഡർ ഇഷ്യൂ, ഓർ ദർ മൈറ്റ് ബി സംതിങ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. പക്ഷേ അത് ഒരു ലൈൻ നമ്മൾ ഡീലിനേറ്റ് ചെയ്യണം. സാധാരണ പ്രൊഫഷണൽസ് ദേ ആർ അനേബിൾ ടു ഡീലിനേറ്റ് ദറ്റ് ഇത് ഇമ്പോർട്ടൻ്റ് ആണോ, ഇത് അർജൻറ്റ് ആണോ, അല്ലെങ്കിൽ ഇപ്പോൾ 10 ഫയൽസ് ഉണ്ട്, ഇത് കംപ്ലീറ്റ് ചെയ്തിട്ടേ പോവും. So these kind of things have to be removed. And second point is, of course, you should look after the family, because children are, it's a very big responsibility. How are you motivating your children? How are you modulating their thoughts? That is very important. Second thing, ഇപ്പോൾ നിങ്ങൾ നാളെ നെക്സ്റ്റ് ഡേ ഓഫീസിലേക്ക് വരാനും you should have some hobbies. You're not a unidimensional person. I hope all you kids are also having some hobbies and പുട്ടിങ് ഇട്ട് പ്രിപ്പറേഷൻ അങ്ങനെ ഒരു സ്ട്രെസ്ഫുൾ എൻവയൺമെൻ്റ് ആണ്. ആ സമയത്തും യു ഷുഡ് ഓൾവേസ് ഹാവ് യുവർ ഹോബീസ്. ഇറ്റ് മൈറ്റ് ബി റീഡിങ്, ഇറ്റ് മൈറ്റ് ബി വാച്ചിങ് സം മൂവീസ്, ഇറ്റ് മൈറ്റ് ബി ഗോയിങ് ഫോർ സം ട്രെക്കിംഗ് ഓർ എനിത്തിങ്, ബിക്കോസ് ദേ മേക്ക് us വെൽ റൗണ്ടഡ് ഇൻഡിവിജ്വൽസ് ആൻഡ് യു വിൽ ബി ഏബിൾ ടു ഡു യുവർ വർക്ക് മച്ച് ബെറ്റർ. ഒരു ബ്രേക്ക് എടുത്ത ശേഷം നമുക്ക് പഠിച്ചാലോ അല്ലെങ്കിൽ ഓഫീസിലേക്ക് വന്നു കഴിഞ്ഞ് നമ്മൾ ജോലി ചെയ്താലോ യു വിൽ ഫീൽ ദാറ്റ് ദാറ്റ് കൈൻഡ് ഓഫ് റിഫ്രഷിങ്, ദാറ്റ് കൈൻഡ് ഓഫ് എനർജി. So that is one thing which I always say, balance, life will balance, it is very very important. For that you should have discipline ഉണ്ടെങ്കിൽ നിങ്ങൾ വർക്കും പ്രൊഫഷണൽ ആയിട്ട് കംപ്ലീറ്റ് ചെയ്യാം, പിന്നെ പേഴ്സണൽ ലൈഫും അങ്ങനെ ഒരു ഡിസിപ്ലിൻഡ് ആയിട്ട് നമുക്ക് നോക്കാൻ പറ്റും. മാം ഇത് പറഞ്ഞപ്പോൾ ഇപ്പോൾ നമ്മളെ പല ഫ്രണ്ട്സിനാണെങ്കിലും ഇപ്പോൾ ആസ്പിരൻസ് ആയിട്ടിരിക്കുന്നവർക്ക് ഒരു പ്രഷർ മാനേജ് ചെയ്യാൻ പറ്റാതെ, അല്ലെങ്കിൽ അവർ ഫുൾ ടൈം റീഡിംഗ് റൂമിൽ സ്പെൻഡ് ചെയ്ത് ഭയങ്കര പ്രഷർ അനുഭവിക്കുന്ന ഒരുപാട് ഫ്രണ്ട്സിനെ അറിയാം. അപ്പം മാം സെക്കൻഡ് അറ്റംപ്റ്റിലാണ് സർവീസിൽ വരുന്നത്. അപ്പം മാമിൻ്റെ ആ ഒരു പ്രിപ്പറേഷൻ ടൈമിൽ ഇപ്പോൾ സർവീസിൽ ഇരിക്കുന്നതിനേക്കാൾ കൂടുതൽ പ്രഷർ മാം അനുഭവിച്ചിട്ടുണ്ടോ? എങ്ങനെയായിരുന്നു അത്? ഇറ്റ് ഈസ് ഡിഫിക്കൽട്ട്. ഇപ്പോൾ സർവീസിൽ ഇരിക്കുമ്പോൾ നമുക്ക് ഇങ്ങനത്തെ പ്രഷേഴ്സ് വരും, പക്ഷേ അത് ഒരു 10 ദിവസത്തെ പ്രഷർ ആയിരിക്കും. അത് കഴിഞ്ഞിട്ട് ആ പ്രഷർ മാറും. പക്ഷേ പ്രിപ്പറേഷൻ ടൈം ഇസ് ലൈക്ക് എ കണ്ടിന്യൂസ് പ്രഷർ എക്സസൈസ്. കാരണം അത് 1 വർഷം എടുക്കാം, 2 വർഷം എടുക്കാം, 3 വർഷം എടുക്കാം. പക്ഷേ അത്രയും സം amount ഓഫ് സ്ട്രെസ് ഇസ് ഗുഡ്, ദാറ്റ് വി ഷുഡ് അണ്ടർസ്റ്റാൻഡ്. ആ സ്ട്രെസ് ഇല്ലെങ്കിൽ നമ്മൾ മുന്നോട്ട് പോവില്ല. ആ കുഴപ്പമില്ല, എല്ലാം എവറിത്തിങ് ഇസ് ഓക്കെ ആണെന്ന് പറഞ്ഞാൽ അത് നടക്കില്ല. സോ കുറച്ച് സ്ട്രെസ് അനുഭവിക്കണം. ബട്ട് ദ സ്ട്രെസ് ഷുഡ് നോട്ട് ഡെബിലിറ്റേറ്റ് യു, ഇറ്റ് ഷുഡ് നോട്ട് റിട്ടാർഡ് യു, ഇറ്റ് ഷുഡ് എൻകറേജ് യു ടു ഡു ഇറ്റ്. സോ ആ സ്ട്രെസ് ഉണ്ടെങ്കിൽ you should go forward. Then most important thing is time management. You should divide. ഇപ്പോൾ എല്ലാവർക്കും ഉള്ളത് 24 hours ആണ്. So how am I studying 8 hours? 8 hours എന്ന് പറഞ്ഞാൽ ഒരാൾക്ക് കണ്ടിന്യൂസ് 8 hours പഠിക്കാൻ പറ്റില്ല. So 50 minutes you should study, 10-minute break. പിന്നെ അത് കഴിഞ്ഞിട്ട് 4 hours after you study maybe you will take a lunch break.
then come back. In the evening 1 or 2 hours do whatever you like doing. അങ്ങനെ ആ long term you can do it. There's something called grit, which I always again tell the children. Grit and പറഞ്ഞാൽ എന്താണ്? Grit is like discipline plus focus. That you have a goal, that you decide that yes, I want to become a civil servant. You have that goal. പിന്നെ അതിനകത്ത് കുറേ obstacles വരും, കുറേ setbacks ഉണ്ടാകും. You might be successful sometimes, you might not be successful sometimes. പക്ഷേ you should not stop working hard. See, if it is a question of 10 ദിവസത്തിൻ്റെ എക്സാം ആണ്, എനിക്ക് വായിച്ച് പഠിച്ച് തീർക്കാമെന്ന് പറഞ്ഞാൽ മാക്സിമം എല്ലാ കുട്ടികളും പഠിക്കും. പക്ഷേ ഇറ്റ്സ് എ ക്വസ്റ്റ്യൻ ഓഫ് 1 or 2 years. സോ അത്രയും ഒരു കണ്ടിന്യൂവേഷൻ വേണമെങ്കിൽ ആ കമ്മിറ്റ്മെൻറ്റ് വേണം, ആ ഡിസിപ്ലിൻ ഉണ്ടെങ്കിൽ യു ക്യാൻ ഗോ ഫോർവേഡ്. ഇപ്പോഴും ഈ ഒരു എക്സാമിന് വരുന്ന കുട്ടികൾ പ്രിലിംസ് മെയിൻസ് ഇൻ്റർവ്യൂ ഇത് കഴിഞ്ഞു എന്ന് വിചാരിക്കുന്നവരുണ്ട്. അപ്പോൾ ഇതിന് ശേഷം ഒരുപാട് ട്രെയിനിങ്ങുകളും അതുപോലെ ഒരുപാട് ഹയർ എഡ്യൂക്കേഷനൊക്കെയുള്ള ഹയർ സ്റ്റഡീസിനുള്ള ഓപ്ഷൻസും കിട്ടാറുണ്ട്. അപ്പോൾ UPSCയിലുള്ള ആ ഒരു കാര്യത്തെ കൂടെ മാം ഒന്ന് പറയാമോ? No, that way it is a very government service തന്നെ ഇപ്പോൾ ഞാൻ actually I have done 2 degrees. I took 2 degrees after getting into the service. 2011-13 I was in IIM Bangalore, where I had done a PG PPM, that is like post graduation diploma in public policy and management. So that I completed from IIM Bangalore, and after that I did my MPhil from the University of Cambridge. So random totally government funded programs aanu. So ഇത്തരത്തിൽ കുറേ അധികം ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടാകും ഇത് കാണിട്ടും, and you should always keep your mind open. ദാറ്റ് ശ്രീലക്ഷ്മി പറഞ്ഞ പോലെ ഇറ്റ് ഇസ് നോട്ട് ലൈക്ക് ഈ പഠിച്ചു കഴിഞ്ഞു ഇനി പുസ്തകം മാറ്റി വെക്കാമെന്ന് ആലോചിക്കരുത്. വി ഷുഡ് ഓൾവേസ് ട്രൈ ടു കീപ്പ് ഓൺ ഇംപ്രൂവിങ് അവർ നോളജ്. കാരണം കുറേ അധികം ഡെവലപ്മെൻറ്റ്സ്, കറണ്ട് അഫെയർസ് കുറേ അധികം മാറിക്കൊണ്ടിരിക്കും, അത് ഏത് പ്രൊഫഷൻ ആയാലും ശരി. സോ വി ഷുഡ് ഓൾവേസ് കീപ്പ് ഇൻ ടച്ച് വിത്ത് ദ ന്യൂ ഡെവലപ്മെൻറ്റ്സ് ആൻഡ് ട്രൈ ടു ഡു അവർ ബെസ്റ്റ്. മാം ഇനി ചോദിക്കാനുള്ളത്, ഇപ്പോൾ ഈ ഒരു കാലഘട്ടത്തിൽ ഈ ഒരു സർവീസിലോട്ട് IPS തന്നെ ആവണമെന്നില്ല, ഈ ഒരു സർവീസിലോട്ട് കടന്നു വരുന്ന കുട്ടികളുടെ അടുത്ത് മാമിന് എന്താണ് പറയാനുള്ളത്, അല്ലെങ്കിൽ അവർ എത്രത്തോളം പ്രിപ്പയർഡ് ആയിരിക്കണം ഈ ഒരു ഇതിലോട്ട് വരാനായിട്ട്? See, one thing is very important in life, അത് പ്രിൻസിപ്പിൾസ് ആണ്. അത് ഏത് പ്രൊഫഷൻ ആയാലും ശരി, ഷുഡ് ഹാവ് പ്രിൻസിപ്പിൾസ്, ഷുഡ് ഹാവ് സിമ്പത്തി. കാരണം ഒരു സിവിൽ സർവൻറ്റിനെ കാണാൻ വരുന്നത് പബ്ലിക് ഈസ് ലൈക്ക് ഇൻ എ വെരി ബാഡ് സിറ്റുവേഷൻ. അവർക്ക് പവറില്ല, പിന്നെ അവർ എന്തെങ്കിലും ഒരു വലിയൊരു പ്രശ്നത്തിലായതുകൊണ്ടാണ് നിങ്ങൾ കാണാൻ വരുന്നത്. സോ വാട്ട് എവർ യു ക്യാൻ ഡു, യു ഷുഡ് ഡെഫിനറ്റ്ലി ഡു. And your power, your authority should be used for the help of such people. So keep with that, keep with come with your principles, come with your service mindedness, and the service will give you so much. That is what I want to say. ഇനി ലാസ്റ്റായിട്ട് മാമിന് ഈ ഒരു വിമൻസ് ഡേക്ക് സ്ത്രീകളുടെ അടുത്തും പുരുഷന്മാരുടെ അടുത്തും കുട്ടികളുടെ അടുത്തും കൊടുക്കാനുള്ള സന്ദേശം എന്താണ്? സന്ദേശം എനിക്ക് പറയാനുള്ളത്, see, live life to the fullest. You be happy, try to spread happiness, help others, and then I think you will lead a very full life. Thank you, ma'am. Thanks a lot. Thank you.